ഇന്നെന്താ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണേ? ഇന്ന് നമുക്ക് ഒരു നാടൻ പലഹാരം തന്നെ ഉണ്ടാക്കാം. കൈപ്പത്തിരി എന്ന് പറയണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് നാളികേരപ്പാൽ എടുത്തു വയ്ക്കുക. നാളികേരം ചിരകി അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആ പീര ഉണ്ടല്ലോ, അത് പൊടിയിലേക്ക് ഇടുക. നമ്മുടെ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന നൈസ് പൊടിയിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ കുറച്ച് ചെറിയ ജീരകം, 2 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതും ഒക്കെ ഇട്ടിട്ട് നന്നായി ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം നല്ലപോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ആ പൊടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ചൂടാറുമ്പോൾ നന്നായി കുഴയ്ക്കുക. നല്ലപോലെ കുഴച്ച് വെള്ളം കൂടരുത് കേട്ടോ. നല്ലപോലെ കുഴച്ചിട്ട് ഉരുളകളാക്കിയിട്ട് നമ്മുടെ വാഴയുടെ ഇല എടുത്ത് അതിൽ കൈകൊണ്ട് ഇങ്ങനെ പരത്തുക. കൈകൊണ്ട് തന്നെ ഇങ്ങനെ നല്ലോണം വല്ലാണ്ട് കനം കുറയരുത്, എന്നാൽ നല്ല കട്ടിയാവരുത്. ഒരു ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ട് നന്നായി അങ്ങോട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ മുട്ടപ്പത്തിരിയൊക്കെ ഉണ്ടാക്കണം നമ്മുടെ ചട്ടിയില്ലേ, ആ ചട്ടിയിൽ മൺചട്ടി അത് നല്ലപോലെ ചൂടാവണം കേട്ടോ. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഇടുക. എന്നിട്ട് അത് മറിച്ചിടണം. ഫസ്റ്റത്തെ മറിച്ചിടൽ പെട്ടെന്ന് മറിച്ചിടണം കേട്ടോ. എന്നിട്ട് പിന്നെ തീയൊന്ന് ചെറുതായിട്ട് സിമ്മാക്കിയതിന് ശേഷം കുറച്ചധികം നേരം വേവിക്കണം. നല്ലപോലെ വെന്തതിന് ശേഷം വീണ്ടും നമ്മൾ മറിച്ചിടുക. വീണ്ടും മറിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒരു കയ്യിലുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുക. അങ്ങനെ അമർത്തി കൊടുത്തു കഴിയുമ്പോൾ അത് നല്ല പോളയായിട്ട് വരും. അങ്ങനെ അത് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ആക്കി വെച്ച നാളികേരപ്പാലുണ്ടല്ലോ, ആ നാളികേരപ്പാൽ അതിലേക്ക് ഒഴിക്കുക. നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല പോളയായിട്ട് വരുമ്പോൾ ആ പോളയുടെ ഉള്ളിലേക്കൊക്കെ നാളികേരപ്പാൽ ഒഴിച്ചാൽ നമുക്കത് പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പാലും പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മട്ടൻ കറിയോ ചിക്കൻ കറിയോ, അല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റ് നമുക്ക് തലേ ദിവസം തേങ്ങയൊക്കെ അരച്ച് വെച്ച മീൻ കറി ഉണ്ടല്ലോ, അത് കൂട്ടി കഴിക്കാനായിരിക്കും. അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.